2018 പ്രളയകാലത്തുൾപ്പെടെ കല്ലാർകുട്ടി അണക്കെട്ടിലേക്ക് വലിയ തോതിൽ ചെളിയും മണലും വന്നടിഞ്ഞിട്ടുണ്ട്. ഇത് അണക്കെട്ടിന്റെ സംഭരണ ശേഷിയെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് വാദം. ചെറിയ മഴ പെയ്താൽ പോലും അണക്കെട്ടിൽ വേഗത്തിൽ ജലനിരപ്പ് ഉയരുകയും ഷട്ടറുകൾ തുറക്കുകയും ചെയ്യേണ്ട സ്ഥിതിയാണ്. അറ്റകുറ്റപ്പണികൾക്കായി കല്ലാർകുട്ടി അണക്കെട്ടിലെ വെള്ളം വറ്റിച്ച സാഹചര്യത്തിലാണ് അണക്കെട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണലും ചെളിയും കൂടി നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. കല്ലാർകുട്ടി ഡാമിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് വെള്ളം ആ ഡാമിൽ നിന്ന് കംപ്ലീറ്റ് ചോർത്തി വെള്ളം വറ്റിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഈ ഡാമിൽ ചെളിയും മണലും വന്ന് അടിഞ്ഞ് വെള്ളത്തിൻ്റെ സംഭരണശേഷി ഈ ഡാമിൽ വളരെ കുറവായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം പറ്റിച്ച ഈ അവസരത്തിൽ തന്നെ KSEB അടിയന്തരമായിട്ട് ഈ ചെളിയും മണലും നീക്കം ചെയ്താൽ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് കൂടുന്നതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ സംഭരണശേഷി കൂട്ടാൻ വേണ്ട ഈ പ്രവൃത്തി ചെയ്തതിന് ശേഷം മാത്രം വെള്ളം റീസ്റ്റോർ ചെയ്യേണ്ടതാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വെള്ളം പൂർണ്ണമായി വറ്റിച്ചതോടെ അണക്കെട്ടിൽ വലിയ തോതിൽ അടിഞ്ഞുകിടക്കുന്ന ചെളിയും മണലും ദൃശ്യമാണ്. ഓരോ മഴക്കാലം കഴിയും തോറും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ചെളിയുടെയും മണലിന്റെയും അളവ് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അണക്കെട്ടിലെ മണലും ചെളിയും നീക്കം ചെയ്താൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാമെന്നതിനൊപ്പം മണൽ വിറ്റഴിക്കുന്നതിലൂടെ വലിയൊരു തുക സർക്കാർ ഖജനാവിലേക്കെത്താൻ സഹായകരമാകുമെന്ന വാദവും ഉയരുന്നു. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.